ഡെലിവറിക്ക് ശേഷം നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും നേരിടുന്നൊരു പ്രശ്നമായിരിക്കുമല്ലേ മുടി കൊഴിച്ചിൽ. അപ്പോൾ എനിക്കത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് വക ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഔഷധിയുടെ ചെമ്പരത്തിയാതികേരം എന്ന എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എണ്ണ തേച്ച് താളി ഉപയോഗിച്ച് തല കഴുകാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ എണ്ണ തലയിൽ തേച്ച് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ താളി ഉണ്ടാക്കണം. അപ്പം ഞാൻ ചെമ്പരത്തിയുടെ തന്നെ താളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ താളി ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പരത്തി ഇല പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ ഈ എണ്ണയും താളിയൊക്കെ തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ജലദോഷം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് ആദ്യമൊക്കെ ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ശീലമായതുകൊണ്ട് ആ പ്രശ്നമില്ല. ഈ എണ്ണ ഉപയോഗിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് നല്ല മാറ്റം തോന്നി തുടങ്ങിയിരുന്നു. അതായത് മുടി കൊഴിച്ചിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചെമ്പരത്തിയുടെ ഇല മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് അമ്മയാണ് തേച്ചത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് അമ്മനെ കൊണ്ടാണ് തേപ്പിക്കുന്നത്. ചിലരൊക്കെ താളി ഉണ്ടാക്കുമ്പോൾ അത് അരിച്ചെടുത്തിട്ടാണ് തലയിൽ തേക്കാറ്. ഞാനങ്ങനെ അരിച്ചെടുക്കാനൊന്നും നിന്നില്ല. നേരിട്ട് തലയിൽ തേക്കുകയാണ് ചെയ്ത്. ഈ താളിയും തേച്ച് ഞാനൊരു 10 മിനിറ്റ് നിൽക്കാറുണ്ട്. അതിന് ശേഷം തന്നെ ഞാൻ മുടിയൊക്കെ കഴുകാറുള്ളൂ. ഞാൻ ഈ രണ്ടാമത്തെ ബോട്ടിൽ പുറത്തുനിന്നാണ് വാങ്ങിയത്. 140 രൂപയാണ് ആ ഒരു ബോട്ടിൽ എണ്ണയ്ക്ക്. ഇപ്പോൾ പല ആയുർവേദ ബ്രാൻഡുകൾ വിപണിയിലുണ്ടെങ്കിലും ഞാൻ ഔഷധിയുടെ തന്നെ വാങ്ങാൻ കാരണം എനിക്ക് ഡോക്ടർ ഔഷധിയുടെ എല്ലാം തന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എന്താ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെമ്പരത്തിയുടെ താളി അരിച്ച് തേക്കാത്തതുകൊണ്ട് തന്നെ ആ ഇലയുടെ പൊടിയൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. എനിക്കിത് നല്ലതായിട്ടാണ് തോന്നിയത്. വേണമെങ്കിൽ വാങ്ങി ഉപയോഗിച്ചോളൂ.